നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ എന്ന സബ്ജക്റ്റാണ്. അതിൽ മൊഡ്യൂൾ 1 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്, അതായത് ബിസിനസ് ഇൻഫർമേഷൻ ആൻഡ് എക്കണോമിക് സിസ്റ്റംസ്. അപ്പോൾ അതിൽ നമ്മൾ മിക്സഡ് എക്കോണമി വരെയാണ് പറഞ്ഞിരുന്നത്. ഇന്ന് പറഞ്ഞിട്ട് പോകുന്നത് ക്യാപിറ്റലിസവും സോഷ്യലിസവും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസവും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഡിഫറൻസസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മീനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ക്യാപിറ്റലിസത്തിലായാലും ശരി, കമ്മ്യൂണിസത്തിലായാലും ശരി, സോഷ്യലിസത്തിലായാലും ശരി, മീനിങ്ങിനകത്ത് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിസം ആണ്. അപ്പോൾ എന്താണ് ക്യാപിറ്റലിസത്തിൻ്റെ മീനിങ് എന്ന് നോക്കാം. നോക്കിയേ, ക്യാപിറ്റലിസം ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് എ കൺട്രീസ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആർ കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഓണേഴ്സ് ഫോർ പ്രോഫിറ്റ്. എന്താണ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റമാണ് അല്ലേ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എക്കണോമിക് സിസ്റ്റത്തിൽ പെടുന്ന ഒന്ന് തന്നെയാണ് ക്യാപിറ്റലിസം. അവിടെ നമ്മുടെ ആ ഒരു കൺട്രിയിൽ, ഇപ്പോൾ ഏത് കൺട്രിയിലാണോ ആ കൺട്രിയിലെ ട്രേഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈവറ്റ് ഓണേഴ്സ് ആയിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം അതാണ് ക്യാപിറ്റലിസത്തിൻ്റെ മീനിങ്. ഇപ്പം എന്താണ് ക്യാപിറ്റലിസത്തിൻ്റെ മീനിങ്ങിനകത്ത് പറയുന്നത്? ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ആ കൺട്രിയിലെ ട്രേഡും ഇൻഡസ്ട്രീസും ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും, അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. എന്നാൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിസം എന്ന് പറയുന്നതും ഒരു എക്കണോമിക് സിസ്റ്റമാണ്. അവിടെ ഗവൺമെൻറ് ഓൺസ് മോസ്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ല. ഇപ്പം നമുക്ക് ഒരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അതിന് വേണ്ടുന്ന ഘടകങ്ങളെല്ലാം തന്നെ ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും ഓൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ കമ്മ്യൂണിസത്തിനകത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം ഓൺ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. സോഷ്യലിസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളുടെ ക്യാപിറ്റലിസത്തിന് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, നമ്മുടെ സോഷ്യലിസം വരുമ്പോഴത്തേക്കും ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഓൺ ചെയ്യുന്ന ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. കമ്മ്യൂണിസത്തിൽ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. എന്നാൽ സോഷ്യലിസത്തിലോ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ നോക്കിയേ, സോഷ്യലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് മേജർ ഇൻഡസ്ട്രീസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. മേജർ ഇൻഡസ്ട്രീസും അല്ലേ, ഭൂരിഭാഗം ഇൻഡസ്ട്രീസും ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റലിസത്തിനാണെങ്കിൽ ഓണേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം. കാരണം നമുക്കറിയാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ സമ്പത്ത് കൂട്ടുക എന്ന ലക്ഷ്യം മാത്രമാണ് ഒരു ക്യാപിറ്റലിസത്തിനകത്ത് ഉള്ളത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭം അല്ലെ, അവർ എന്ത് ചെയ്യും? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം. അപ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭം അവർക്ക് തന്നെയാണ്. അതൊരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഒന്നും ചെയ്യില്ല. അപ്പൊ അവരുടെ മാത്രം സമ്പത്ത് കൂട്ടുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ക്യാപിറ്റലിസത്തിന് ഉള്ളത്. എന്നാൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിസത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നമുക്കറിയാം ഒരു പ്രൊഡക്ഷന് വേണ്ടുന്ന ഘടകങ്ങളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഗവൺമെന്റ് ഓൺഡ് ആണ് അല്ലെ, ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് കിട്ടുന്ന ലാഭം അത് എത്രയായാലും ശരി, അത് എല്ലാ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന കൺസെപ്റ്റാണ് കമ്മ്യൂണിസത്തിനകത്ത് ഉള്ളത് അല്ലെ. അവിടെ ആർക്കും എന്താവാൻ പറ്റില്ല, ഒരു മുതലാളി തൊഴിലാളി എന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അവിടെ നമ്മൾ ഗവൺമെന്റിന്റെ ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന പ്രൊഡക്ഷൻ വഴി അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വഴി നമുക്ക് കിട്ടുന്ന ലാഭം എന്തായാലും ശരി സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുക, ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ് കമ്മ്യൂണിസത്തിനകത്ത് വരുന്ന ആ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ സോഷ്യലിസം ആണെങ്കിലോ, സോഷ്യലിസത്തിനകത്ത് സോഷ്യൽ വെൽഫെയർ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റിന് ഇപ്പം ഗവൺമെന്റ് ബിസിനസ് സ്ഥാപനങ്ങൾ പടുത്തുയർത്തി അതിൽ നിന്നും കിട്ടുന്ന ലാഭം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന കൺസെപ്റ്റാണ് അല്ലെ. ആ ഒരു ഒബ്ജക്റ്റീവാണ് ഏതിനുള്ളത്? സോഷ്യലിസത്തിന് ഉള്ളത് അല്ലേ. ഇപ്പൊ ഗവൺമെന്റ് എന്ത് ബിസിനസ് സ്ഥാപനങ്ങൾ ഓൺ ചെയ്താലും അതുവഴി കിട്ടുന്ന ലാഭം നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ ആയാലും ശരി, ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ശരി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നതാണ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓണർഷിപ്പാണ്. ഓണർഷിപ്പ് എന്തായിരിക്കും? അണ്ടർ ക്യാപിറ്റലിസം ദെയർ ഈസ് ഓൺലി പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അവർക്ക് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പ് മാത്രമായിരിക്കും എവിടെ ഉള്ളത്? ക്യാപിറ്റലിസത്തിനകത്ത് ഉള്ളത്.
ഓരോ ഇൻഡിവിജ്വൽസും ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഓണേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂണിസത്തിനകത്താണെങ്കിലോ അണ്ടർ കമ്മ്യൂണിസം ദർ ഈസ് ഓൺലി പബ്ലിക് ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. എന്ത് പ്രൊഡക്ഷൻ ആയാലും ശരി, ഇപ്പം നമുക്ക് ക്യാപിറ്റലിസത്തിൽ പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് അത് ഇന്ന വ്യക്തിയുടെ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ആ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും അതിനകത്തുള്ള അവകാശം എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂണിസത്തിനകത്ത് അങ്ങനെയല്ല. എങ്ങനെയായിരിക്കും? പബ്ലിക് ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പം അവിടെ ഗവൺമെന്റ് ഫാക്ടേഴ്സ് അല്ലെ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിന് ഒരാൾക്കും എന്താണ് ഒരു കുത്തക അങ്ങനെ കൊടുത്തിട്ടില്ല. അത് എന്താണ് സമൂഹത്തിന് എല്ലാവർക്കും ഉള്ളൊരു പബ്ലിക് ഓണർഷിപ്പ് പോലെയാണ് ഇവിടെ കമ്മ്യൂണിസത്തിനകത്ത് വരുന്നത്. എന്നാൽ സോഷ്യലിസത്തിനകത്താണെങ്കിലോ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്പ് വരും അല്ലേ. അവിടെ എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പബ്ലിക് ആയിട്ടുള്ള ഓണർഷിപ്പും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, അണ്ടർ ക്യാപിറ്റലിസം there is only private ownership of the means of production. കമ്മ്യൂണിസത്തിനകത്താണെങ്കിലോ അണ്ടർ കമ്മ്യൂണിസം there is only public ownership. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? പബ്ലിക് ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ. ആർക്കും അവിടെ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് എന്നൊരു സംഭവം അവിടെ ഇല്ല. എന്നാൽ സോഷ്യലിസത്തിനാണെങ്കിലോ കോമ്പിനേഷൻ ആണ് അല്ലേ, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അവിടെ പബ്ലിക് ഓണർഷിപ്പും വരാം, പ്രൈവറ്റ് ഓണർഷിപ്പും വരാം. ഇനി ലാസ്റ്റ് ഡിഫറൻസ് ആണ് ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ക്യാപിറ്റലിസം പറയാം. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ഓണർഷിപ്പാണ്. അപ്പോൾ അവിടെ എന്ത് തീരുമാനം എടുക്കുന്നതും ആ വ്യക്തിയായിരിക്കും. അവിടെ മറ്റുള്ള എന്താണ് ഗവൺമെന്റിനെയോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും സമ്മതം ആവശ്യമില്ല അല്ലെ. അവർക്ക് അവരുടെ ബിസിനസ്സിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനും അവർക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം എവിടെ ഉണ്ട്? ക്യാപിറ്റലിസത്തിനകത്ത് ഉണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിസിഷൻസ് ഓൺ എക്കണോമിക് ആക്ടിവിറ്റീസ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ്മെൻ. ആ ഒരു ബിസിനസ്മെന്നിനെ ആശ്രയിച്ചിട്ടാണ് ആ ഒരു ബിസിനസ്സിനകത്ത് ഡിസിഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂണിസത്തിനാണെങ്കിലോ ഡിസിഷൻ ബൈ ഗവൺമെന്റ് ഡിറ്റർമൈൻ എക്കണോമിക് ആക്ടിവിറ്റി. അവിടെ എന്താണ്? ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് അല്ലെ. അവിടെ എന്ത് എക്കണോമിക് ആക്ടിവിറ്റി ആണ് വേണ്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. എന്നാൽ സോഷ്യലിസത്തിനാണെങ്കിലോ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ കൺസ്യൂമേഴ്സ്, ബിസിനസ്സസ് ആൻഡ് ബൈ ഗവൺമെന്റ്. അവിടെ കൺസ്യൂമേഴ്സിന് തീരുമാനം എടുക്കാം, ബിസിനസ്മെൻ എടുക്കാം, അതുപോലെ തന്നെ ഗവൺമെന്റിനും തീരുമാനം എടുക്കാം. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും സോഷ്യലിസവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മീനിങ്ങിൽ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. അതായത് ക്യാപിറ്റലിസത്തിനകത്ത് എന്താണ്? ഇൻഡിവിജ്വൽ പ്രോഫിറ്റിന് അല്ലെ ഇൻഡിവിജ്വൽ ഓണർഷിപ്പിലുള്ളതാണ്. അവരുടെ പ്രോഫിറ്റ് ഏർണിങ്ങിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസ് എന്താണ് ബിസിനസ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓൺ ചെയ്യുന്നതിനാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂണിസത്തിനകത്താണെങ്കിൽ ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. സോഷ്യലിസത്തിലാണെങ്കിൽ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓൺഡ് ബൈ ഗവൺമെന്റ്. പിന്നെ നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ് ആണ്. നമുക്കറിയാം ക്യാപിറ്റലിസത്തിനകത്ത് എന്താണ്? ആ ഒരു ഇൻഡിവിജ്വൽ ഓണറിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നതാണ്. കമ്മ്യൂണിസത്തിനകത്താണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് സൊസൈറ്റിയിൽ എല്ലാവർക്കും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സോഷ്യലിസത്തിനകത്ത് എന്താണ്? സോഷ്യൽ വെൽഫെയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസത്തിനകത്ത് എങ്ങനെയായിരിക്കും? പ്രൈവറ്റ് ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ. എന്നാൽ കമ്മ്യൂണിസത്തിനകത്താണെങ്കിലോ ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ പബ്ലിക് ഓണർഷിപ്പ് ആണ്. സോഷ്യലിസത്തിൽ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഓണർഷിപ്പ് വരാം. ദെൻ ലാസ്റ്റ് ഡിസിഷൻ ആണ് പറഞ്ഞത്. ക്യാപിറ്റലിസത്തിനാണെങ്കിൽ ഇൻഡിവിജ്വൽ ഓണറാണ് ഡിസിഷൻ എടുക്കുന്നത്. എന്നാൽ കമ്മ്യൂണിസത്തിനകത്താണെങ്കിൽ ഗവൺമെന്റ് ആണ് എക്കണോമിക് ആക്ടിവിറ്റി തീരുമാനിക്കുന്നത് അല്ലെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോഷ്യലിസത്തിനാണെങ്കിൽ കൺസ്യൂമേഴ്സിന് ഡിസിഷൻസ് എടുക്കാം, ബിസിനസ്സിന് ഡിസിഷൻ എടുക്കാം, അതുപോലെ തന്നെ ഗവൺമെന്റിനും ഡിസിഷൻസ് എടുക്കാം. അപ്പോൾ അവിടെ ഒരു കോമ്പിനേഷൻ ആണ് എന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മാത്രമാണ് ഡിഫറൻസസ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു 3 എക്കണോമിക് സിസ്റ്റം എന്താണെന്ന് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഈ ഡിഫറൻസസ് ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റ് വീഡിയോസിലൂടെ കാണാം.